ഒരു മാതാവിന്റെ പ്രാർത്ഥന കേട്ട് നാഗരാജാവ് നേരിട്ട് ജനിച്ച മണ്ണാർശാലയിലെ അത്ഭുത കഥ. ഐതിഹ്യങ്ങൾ തുടങ്ങുന്നത് പരശുരാമനിൽ നിന്നാണ്. ക്ഷത്രിയ നിഗ്രഹം കഴിഞ്ഞ് തന്റെ കൈവശമുണ്ടായിരുന്ന ഭൂമി മുഴുവൻ ദാനം ചെയ്ത ശേഷം പരശുരാമൻ തപസ് ചെയ്യാനായി ദക്ഷിണ ഭാരതത്തിലെത്തി. തന്റെ മഴു സമുദ്രത്തിലേക്ക് എറിയുകയും ആ മഴു വീണ ദിക്കുവരെ കടൽ പിൻവാങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് കേരളം ഉണ്ടായതെന്നാണ് വിശ്വാസം. പരശുരാമൻ ഈ ഭൂമി ബ്രാഹ്മണർക്ക് നൽകിയെങ്കിലും ഇവിടുത്തെ മണ്ണ് ഉപ്പുരസമുള്ളതായിരുന്നു. കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഈ മണ്ണിലെ ഉപ്പുരസം മാറ്റാൻ നാഗവിഷത്തിന് മാത്രമേ സാധിക്കൂ എന്ന് മഹാദേവൻ പരശുരാമനോട് ഉപദേശിച്ചു. തുടർന്ന് പരശുരാമൻ നടത്തിയ കഠിന തപസ്സിൽ പ്രസാദിച്ച നാഗരാജാവ് ഈ മണ്ണിൽ വസിക്കാമെന്ന് സമ്മതിക്കുകയും പരശുരാമൻ നാഗരാജാവിനെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. കാലങ്ങൾ കടന്നുപോയി. ഒരിക്കൽ കാവിന്റെ പരിസരത്തേക്ക് അതിഭയങ്കരമായ കാട്ടുതീ പടർന്നു. കാവും സർപ്പങ്ങളും അപകടത്തിലായി. ഇത് കണ്ട പ്രദേശവാസികളായ സ്ത്രീകൾ സർപ്പങ്ങളെ രക്ഷിക്കാൻ സമീപത്തെ കുളത്തിൽ നിന്ന് ജലം കോരി മണ്ണിലേക്ക് ഒഴിച്ചു. തീ അണഞ്ഞിട്ടും മണ്ണിലെ ചൂട് മാറിയില്ല. ചൂട് സഹിക്കാനാവാത്ത സർപ്പങ്ങളെ കണ്ട സ്ത്രീകൾ മണ്ണ് തണുക്കുന്നതുവരെ ജലം ഒഴിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ മണ്ണാറിയ ശാല എന്ന ഈ പേര് സ്ഥലത്തിന് ലഭിക്കുകയും കാലക്രമേണ അത് മണ്ണാർശാലയായി മാറുകയും ചെയ്തു. അഗ്നിബാധയിൽ ബുദ്ധിമുട്ടിയ നാഗങ്ങൾക്ക് ഇല്ലത്തുണ്ടായിരുന്ന വസുദേവൻ, ശ്രീദേവി എന്ന ബ്രാഹ്മണ ദമ്പതികൾ പരിചരിച്ച് വേണ്ടതൊക്കെ നൽകി. ഒടുവിൽ ഇരുവരുടെയും പ്രാർത്ഥനകൾ കേട്ട് നാഗരാജാവ് പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹം അവർക്ക് പുത്രനായി ജനിക്കുമെന്ന് വരം നൽകുകയും ചെയ്തു. തുടർന്ന് കുറച്ചു നാളുകൾക്ക് ശേഷം ശ്രീദേവി അന്തർജനം ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകി. അതിലൊരാൾ 5 തലയുള്ള സർപ്പക്കുഞ്ഞും മറ്റൊന്ന് മനുഷ്യക്കുഞ്ഞുമായിരുന്നു. 5 ശിരസുകളുമായി ജനിച്ച ആ സർപ്പക്കുഞ്ഞ് നാഗരാജാവിന്റെ തന്നെ അവതാരമായിരുന്നു. വളരും തോറും ആ ബാലനിലെ ദിവ്യ പ്രഭാവം ഏറി വന്നു. ഒടുവിൽ തന്റെ ഭൂമിയിലെ ദൗത്യം പൂർത്തിയായെന്ന് തിരിച്ചറിഞ്ഞ നാഗരാജാവ് സമാധിയിൽ ലയിക്കാൻ തീരുമാനിച്ചു. തന്റെ കൺമുന്നിൽ നിന്നും മകൻ മായുന്നത് ആ മാതാവിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മാതാവിന്റെ കഠിനമായ ദുഃഖം കണ്ട നാഗരാജാവ് മനസ്സലിഞ്ഞ് ആ മാതാവിന് ഇങ്ങനെ വരം നൽകി. മാതേ, വിഷമിക്കേണ്ട. വർഷത്തിലൊരിക്കൽ ഞാൻ മാതാവിന് ദർശനം നൽകും. മാതാവ് നിത്യവും ഭക്തിയോടെ അർപ്പിക്കുന്ന പൂജകൾ നാം സ്വീകരിക്കുകയും ചെയ്യും. ശിവരാത്രിയുടെ പിറ്റേന്നാണ് നാഗരാജാവ് മാതാവിന് ദർശനം നൽകുന്ന ആ പുണ്യദിനം. ഇന്നും മണ്ണാർശാല കുടുംബത്തിലെ ഓരോ അംഗത്തിനും നാഗരാജാവ് വെറുമൊരു ദൈവമല്ല, മറിച്ച് തങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന മുത്തച്ഛനും കുടുംബത്തിലെ കാരണവരും സർവ്വ ഐശ്വര്യവുമാണ്. മണ്ണാർശാലയിലെ പ്രധാന വഴിപാടുകൾ ഇവയാണ്. ആദ്യത്തേത് ഉരുളി കമഴ്ത്തൽ. ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണിത്. രണ്ടാമത്തേത് നൂറും പാലും, സർപ്പദോഷങ്ങൾ മാറാൻ നടത്തുന്ന വഴിപാട്. മൂന്നാമത്തേത് മണ്ണാർശാല ആയില്യം. തുലാം മാസത്തിലെ ആയില്യം നാളാണ് ഇവിടെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രം ലോക പ്രശസ്തമാണ്. സ്ത്രീകൾ പ്രധാന കാർമ്മികത്വം വഹിക്കുന്ന ഏക ക്ഷേത്രം എന്ന പ്രത്യേകത ഇതിനുണ്ട്. മണ്ണാർശാല ക്ഷേത്രത്തിന്റെ ഈ മനോഹരമായ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം നാഗരാജായ നമഃ.